വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 21-ാം അധ്യായം 23 മുതലുള്ള തിരുവചനങ്ങൾ. അവൻ ദേവാലയത്തിലെത്തി പഠിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രധാന പുരോഹിതന്മാരും ജനപ്രമാണികളും അവനെ സമീപിച്ച് ചോദിച്ചു, എന്തധികാരത്താലാണ് നീ ഇതൊക്കെ ചെയ്യുന്നത്? നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണ്? യേശു പറഞ്ഞു, ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, നിങ്ങൾ എന്നോട് ഉത്തരം പറഞ്ഞാൽ എന്തധികാരത്താലാണ് ഞാൻ ഇവയൊക്കെ ചെയ്യുന്നതെന്ന് നിങ്ങളോടും പറയാം. യോഹന്നാന്റെ ജ്ഞാനസ്നാനം എവിടെ നിന്നാണ്? സ്വർഗത്തിൽ നിന്നോ മനുഷ്യരിൽ നിന്നോ? അവർ പരസ്പരം ആലോചിച്ചു. സ്വർഗത്തിൽ നിന്ന് എന്ന് നാം പറഞ്ഞാൽ പിന്നെ എന്തുകൊണ്ട് നിങ്ങൾ അവനെ വിശ്വസിച്ചില്ല എന്നവൻ ചോദിക്കും. മനുഷ്യരിൽ നിന്ന് എന്ന് പറഞ്ഞാലോ നാം ജനക്കൂട്ടത്തെ ഭയപ്പെടുന്നു. എന്തെന്നാൽ എല്ലാവരും യോഹന്നാനെ ഒരു പ്രവാചകനായി പരിഗണിക്കുന്നു. അതിനാൽ അവർ യേശുവിനോട് മറുപടി പറഞ്ഞു, ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. അപ്പോൾ അവൻ പറഞ്ഞു, എന്തധികാരത്താലാണ് ഞാനിത് ചെയ്യുന്നതെന്ന് നിങ്ങളോട് ഞാനും പറയുന്നില്ല. സഹോദരങ്ങളെ, ഇന്ന് ചൊവ്വാഴ്ച. ഈശോ ബെഥാനിയയിലെ ലാസറിന്റെ ഭവനത്തിൽ നിന്നും വീണ്ടും ജെറുസലമിലെത്തി ദേവാലയത്തിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തലേ ദിവസം ദേവാലയത്തിൽ സംഭവിച്ച പ്രവർത്തികളിൽ രോഷം പൂണ്ട് പുരോഹിത പ്രമാണികൾ ഈശോയോട് ചോദിക്കുകയാണ്, എന്തധികാരത്താലാണ് നീ ഇവയെല്ലാം ചെയ്യുന്നത്? നിനക്ക് ഈ അധികാരം നൽകിയത് ആരാണ്? ഈശോ മരണത്തോടടുക്കുമ്പോൾ, സമ്മർദ്ദത്തിലൂടെ കടന്നു പോകുമ്പോൾ തനി മാനുഷിക സ്വഭാവം പൂണ്ട് അനേകം ചോദ്യങ്ങൾ അവരോട് ചോദിക്കുകയാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 23-ാം അധ്യായത്തിൽ നിയമജ്ഞരുടെയും ഫരിസേയരുടെയും കപടനാട്യത്തെക്കുറിച്ച്, ദേവാലയത്തിന്റെ നാശത്തെക്കുറിച്ചും യേശു വാചാലനാകുന്നുണ്ട്. മറ്റനേകം ഉപമകളും യേശു സംസാരിക്കുന്നു. 24-ാം അധ്യായത്തിൽ യേശു ഒലിവുമലയിലേക്ക് പോയി. അവിടെ നിന്നും യേശു അന്ത്യകാലത്തെക്കുറിച്ച് സംസാരിക്കുന്നു. ആരും നിങ്ങളെ വഴിതെറ്റിക്കാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുവിൻ എന്ന സുപ്രധാന ഉപദേശവും നൽകുന്നുണ്ട്. പിന്നീട് ഈശോ ബഥാനിയയിലേക്ക് തിരിച്ചു പോകുന്നു. ഇന്നേ ദിവസം നമുക്ക് ദാനിയേൽ അച്ഛൻ പഠിപ്പിച്ച പ്രാർത്ഥന ഏറ്റുചൊല്ലാം. പാപമോചന പ്രാർത്ഥന. ആത്മീയ അവഗണനയ്ക്കും ദൈവവചനത്തിലുള്ള താല്പര്യക്കുറവിനും മാപ്പ് ചോദിക്കുക. കരുണയുള്ള യേശുവേയും, അങ്ങയെക്കുറിച്ച് അറിയുവാനുള്ള ആഗ്രഹമില്ലാതിരുന്നതിന് എന്നോട് ക്ഷമിക്കണമേ. അങ്ങയുടെ വചനത്തിലും സത്യങ്ങളിലും ഞാൻ താല്പര്യം കാണിക്കാതിരുന്നതിന് എന്നോട് ക്ഷമിക്കണമേ. പ്രാർത്ഥന. കർത്താവെ, എന്നെ അങ്ങ് പഠിപ്പിക്കണമേ. അവരെല്ലാവരും ദൈവത്താൽ പഠിപ്പിക്കപ്പെടും എന്ന് അങ്ങ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ. ഞാൻ അങ്ങയിലൂടെ പഠിക്കുവാൻ ആഗ്രഹിക്കുന്നു. അങ്ങയുടെ രാജ്യത്തിലെ സത്യങ്ങൾ കാണാനായി എൻ്റെ കണ്ണുകൾ തുറക്കട്ടെ. എൻ്റെ കർത്താവെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ അറിയേണ്ട എല്ലാ ദൈവിക സത്യങ്ങളും നീ എന്നെ പഠിപ്പിക്കണമേ. ആമേൻ.